അങ്കിളിനൊരു ലെറ്റർ. എന്താ ദിവ്യ ഇത് ബഹുമാനം ഇല്ലാതെ പെരുമാറുന്നത്? വാ ഇങ്ങോട്ട്. ആ മനുഷ്യന്റെ കയ്യിൽ നീ എന്താ കൊടുത്തത്? അയ്യോ അമ്മ അത് കണ്ടോ? പെൺമക്കളുള്ള അമ്മമാർക്കേ അവരുടെ തലയുടെ പിന്നിലും ഉണ്ടാവും മറ്റുള്ളവർക്ക് കാണാനാവാത്ത ഒരു കണ്ണ്. അമ്മ എന്തിനെങ്ങനെ പേടിക്കുന്നത്? ആ അങ്കിള് എന്റെ ക്ലാസ്സിൽ എന്നോടൊപ്പം പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലല്ലോ. പാവം, സംസാരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടല്ലേ അന്ന് സ്വന്തം പേര് കടലാസിൽ എഴുതി നമുക്ക് തന്നത്. അതിനു പകരം എന്റെ അമ്മയുടെയും പേര് ഞാൻ അങ്ങോട്ട് എഴുതി കൊടുത്തു, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ചെവി കേൾക്കുമല്ലോ. നിന്റെ പേര് നീ പറഞ്ഞ പോരായിരുന്നോ? ഇന്നലെ ഞാൻ വെറുതെ സങ്കല്പിച്ചു, ആ അങ്കിളിനെ പോലെ ഞാനും ഊമയായിരുന്നെങ്കിലോ. അങ്കിള് പേര് കടലാസിൽ എഴുതി കാണിച്ചതുപോലെ ഞാനും എഴുതി കാണിക്കും അല്ലേ? അതുകൊണ്ട് ഒരു രസത്തിന്. മോളെ, നമുക്ക് അടുത്ത് പരിചയമില്ലാത്ത പുരുഷന്മാരുമായി കൂട്ടുകെട്ടൊന്നും പാടില്ല. നമ്മുടെ നിഷ്കളങ്കത മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നില്ല. അവര് വല്ലതൊക്കെ പറഞ്ഞുണ്ടാക്കും. ആ അങ്കിളിനെ നമുക്കിപ്പോ പരിചയം കഴിഞ്ഞില്ലേ, പിന്നെന്താ? മോളെ, എന്നോട് തർക്കുത്തരം പറയരുത്. ആ അങ്കിൾ എന്താ അമ്പലത്തിൽ തനിച്ചു വരുന്നത്? എന്തുകൊണ്ടാ ഭാര്യയും മക്കളെയും കൊണ്ടുവരാത്തത്? നീ ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ജോത്സ്യന്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് നോക്ക്, കേട്ടോ? ഒരു ദിവസം ഞാൻ പോയി ചോദിക്കും, അതിനെന്താ തെറ്റ്? എന്നാ പിന്നെ പോയി അങ്ങേരുടെ ജീവചരിത്രം മുഴുവൻ എഴുതി വാങ്ങിച്ചോണ്ട് വാ, അല്ലാതെ ഞാനെന്ത് പറയാനാ? ശോ. അങ്കിൾ എന്താ അങ്കിളുടെ ആന്റിയും മക്കളെ അമ്പലത്തിൽ കൊണ്ടുവരാത്തത്? കല്യാണം കഴിച്ചിട്ടില്ലേ? എന്നാ ഞങ്ങള് പോട്ടെ. ആ അങ്കിൾ ഇത്രയും വയസ്സിട്ടും കല്യാണം കഴിച്ചിട്ടില്ല. വരുന്നുണ്ടോ നീ?
എല്ലാം പറഞ്ഞ പോലെ അല്ലേ സാർ? പിന്നല്ലാതെ. ത്യാഗു പ്രമേയം അവതരിപ്പിക്കുന്നു, ഞാൻ കൈയടിച്ച് പിന്താങ്ങുന്നു, പിന്നെ വോട്ടിങ്ങിനിടുന്നു. 6 പേരിൽ 4 പേർ പിന്താങ്ങിയാൽ വിശാലാക്ഷി അമ്മാൾ ഇറങ്ങണം. 6 പേരും പിന്താങ്ങുമെന്നാ എന്റെ വിശ്വാസം. ഞാൻ നിഷ്പക്ഷത പാലിക്കുകയുള്ളൂ, അനുകൂലിക്കയില്ല, പ്രതികൂലിക്കയില്ല. അപ്പൊ പിന്നെ ഇന്നത്തോടെ തീർന്നു വിശാലാക്ഷി അമ്മാളുടെ വിശേഷം. അല്ല, എന്താ MD വരാത്തത്? അത് നോക്കണ്ട. ലെറ്റ്സ് സ്റ്റാർട്ട് മീറ്റിംഗ് ഓൺ ദ ടൈം. സോറി ഫ്രണ്ട്സ്, ഞാൻ ഇത്തിരി ലേറ്റായി. നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. എന്താ? സോ വാട്ട് ഈസ് ദ അജണ്ട ടുഡേ? മാനേജിംഗ് ഡയറക്ടർ ഈ സ്ഥാനത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണ് ആരോപണം. കഴിഞ്ഞ കുറേ നാളായി ഫയലുകൾ ഒപ്പുവെക്കാതെ കെട്ടിക്കിടക്കുകയായിരുന്നു. MD ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല ഇമ്പോർട്ടൻ്റ് പേപ്പേഴ്സ് ഒപ്പുവെക്കാതെ കമ്പനിക്ക് വൻ നഷ്ടങ്ങളുണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ പുതിയൊരു MD സ്ഥാനമേൽക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നൊരു പ്രമേയം ഞാൻ അവതരിപ്പിക്കുകയാണ്. പുതിയ MD സ്ഥാനം ഏൽക്കണമെങ്കിൽ സ്ഥാനം ഏൽക്കട്ടെ. എന്താ തടസ്സം? ആരാ പുതിയ MD? വിശാലാക്ഷി അമ്മാൾ ചൈൽഡിഷായി സംസാരിക്കരുത്. അങ്ങനെ പുതിയൊരു MD പെട്ടെന്ന് സ്ഥാനമേൽക്കാൻ പറ്റുമോ? അതിന് പഴയ MD സ്ഥാനം ഒഴിയണ്ടേ? ഐ മേക്ക് ദിസ് വെരി ക്ലിയർ. വിശാലാക്ഷി അമ്മാൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാതെ മറ്റൊരു MDയെ അപ്പോയിന്റ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം അല്ലേ? അല്ല, അതിന് ചില ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. ത്യാഗരാജൻ ഒരു റെസൊല്യൂഷൻ അവതരിപ്പിച്ചു. നിങ്ങൾക്ക് അതിനെ പിന്താങ്ങുകയോ തള്ളിക്കളയോ ചെയ്യാം. MDയെ മാറ്റണം എന്നുള്ളവർക്ക് കൈപൊക്കാം. വേണ്ട, സീക്രട്ട് ബാലറ്റ് മതി. ഞാൻ മാറണ്ട എന്ന ആഗ്രഹമുള്ളവർക്ക് എൻ്റെ പേരെഴുതാം. മറ്റുള്ളവർക്ക് മിസ്റ്റർ സെൽവരാജിൻ്റെ പേരെഴുതാം. സെൽവരാജ് MD ആവണമെന്നാണ് ഡയറക്ടേഴ്സിൽ ഭൂരിഭാഗവും ആഗ്രഹിക്കുന്നത്. വിശാലാക്ഷി അമ്മാൾ വിശാലാക്ഷി അമ്മാൾ വിശാലാക്ഷി അമ്മാൾ സെൽവരാജ് വിശാലാക്ഷി അമ്മാൾ വിശാലാക്ഷി അമ്മാൾ വിശാലാക്ഷി അമ്മാൾ വിശാലാക്ഷി അമ്മാൾ
എന്താ ത്യാഗു? ത്യാഗുവിന് മാത്രം എം ഡിയെ മാറ്റിയാൽ മതിയോ? ഈ എം ഡിയോട് ത്യാഗുവിന് എന്താ ഇത്ര ദേഷ്യം? പണ്ട് ചോറ് തന്നതുകൊണ്ടാണോ? ഫീസ് അടയ്ക്കാൻ കാശ് തന്നതുകൊണ്ടാണോ? മിസ്റ്റർ സെൽവരാജ് പോലും എനിക്കാ വോട്ട് ചെയ്തിരിക്കുന്നത്. റെസൊല്യൂഷൻ തള്ളിപ്പോയല്ലോ ബാലു. ആ സ്ഥിതിക്ക് അജണ്ടയിലെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ? പുതിയ എം ഡി സ്ഥാനം ഏക്കുന്നില്ല. ഇപ്പോഴത്തെ എം ഡി തുടരും. എല്ലാ പേപ്പറുകളും എം ഡി ഒപ്പുവയ്ക്കും. ജോയിന്റ് എം ഡിക്ക് ഫയൽ ഒപ്പുവയ്ക്കാൻ ഇനിമേൽ അധികാരമില്ല. സോ ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. എക്സ്ക്യൂസ് മീ. ഐ എം സോറി സർ. നന്ദി കേട്ടോ നായെ, വഞ്ചിക്കുന്നോ? വച്ചക്കില്ല നിന്നെ ഞാൻ. ഇതായിരുന്നു നിന്റെ മനസ്സിരിപ്പെങ്കിൽ ത്യാഗു നിന്നെ കാണാൻ വന്ന സമയത്ത് തുറന്നു പറയാറുന്നില്ലേ? കളിയാക്കായിരുന്നു ഞങ്ങളെ. എല്ലാരെയും ഞങ്ങൾക്ക് അനുകൂലാക്കി തരാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു കുത്തുകായിരുന്നു. അല്ലടാ ബാലു, നമ്മൾ ഇയാൾക്ക് എം ഡിയുടെ കസേര ഓഫർ ചെയ്തത്, എന്നിട്ട് ഇയാൾ നമ്മളെ കളിയാക്കി, നമ്മളെ ചീറ്റ് ചെയ്തു. എനിക്ക് സഹിക്കുന്നില്ല ബാലു. എല്ലാവരുടെ മുമ്പിൽ ഞാൻ എത്ര അപഹാസ്യനായി. ബാലുവിനെ സഹായിക്കാൻ പുറപ്പെട്ടിട്ട് എനിക്ക് അപമാനം മാത്രം മിച്ചം. എനിക്കതിൽ സങ്കടമില്ല, പക്ഷെ അവരുടെ മുമ്പിൽ ഞാൻ എത്ര ചെറുതായിപ്പോയി. പറടാ, നിനക്ക് ഇതിനെങ്ങനെ ധൈര്യം വന്നു പറയാൻ? ബാലു, എനിക്ക് വിശാലാക്ഷിമാളിനെ വഞ്ചിക്കാൻ പറ്റില്ല. അതിലും ഭേദം ഞാൻ എന്നെ വഞ്ചിക്കുന്നതാ. നിങ്ങൾ എനിക്ക് എം ഡിയുടെ കസേര ഓഫർ ചെയ്തു, പണം ഓഫർ ചെയ്തു. പക്ഷെ പണത്തെക്കാളും പദവിയേക്കാളും വലുതായി മനുഷ്യർക്ക് ഈ ലോകത്തൊന്നുണ്ട്: മനസ്സമാധാനം. അതെനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നിന്റെ ഉപദേശ പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ട. വിശാലാക്ഷിമാളുടെ വളർത്തുമകനാ മിസ്റ്റർ ബാലു. ബാലുവിന് അവരുടെ ഒരു മുഖം മാത്രമേ അറിയൂ, അമ്മയെന്ന നിലയുള്ള ഒരു മുഖം, കാരുണ്യത്തിന്റെ മുഖം. അതല്ലാതെ അവരുടെ കരുത്തിന്റെ മുഖം ബാലു കണ്ടിട്ടില്ല. എളിയ നിലയിൽ തുടങ്ങിയ സ്ത്രീയാണവർ. ഓരോ ചുവടായി കയറുകയായിരുന്നു. ഇന്ന് ഈ നിലയിലെത്തി. ഇതിനു മുമ്പ് നിങ്ങളെക്കാൾ ശക്തരായ പലരും അവരെ തകർക്കാൻ നോക്കിയിട്ടുണ്ട്. കമ്പനി പിടിച്ചെടുക്കാൻ, ജീവൻ അപകടപ്പെടുത്താൻ, ആത്മധൈര്യം തകർക്കാൻ. തോറ്റിട്ടില്ല വിശാലാക്ഷിയമ്മൾ. നാവടക്കടാ, എനിക്കിതൊന്നും കേൾക്കണ്ട. നീ എന്തിന് ഞങ്ങളെ വഞ്ചിച്ചു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അത് തന്നെയാണ് പറഞ്ഞത്. അവരുടെ സ്നേഹത്തിന്റെ മുഖമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ സ്ത്രീയുടെ കരുത്തിന്റെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ല. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്തത്. ഇന്നവർ തോറ്റിരുന്നുവെങ്കിൽ അവരുടെ കരുത്തിന്റെ മുഖം നിങ്ങൾ കാണുമായിരുന്നു. അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല ബാലു. അവരാരാണെന്ന് നിങ്ങൾക്കറിയില്ല. അത് നിങ്ങൾ അറിയരുതെന്നാണ് എന്റെ ആഗ്രഹം. കൂടുതൽ വാചകം അടിക്കുന്നുള്ള പാട്ടി. ബാലു, അദ്ദേഹത്തിനെ തല്ലരുത്. തല്ലണമെങ്കിൽ എന്നെ തല്ല്. ദേ, വഞ്ചിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കരണത്ത് നീ അടിച്ചാൽ ഞാൻ എത്ര തവണ നിന്നെ അടിക്കണം? പാവം, പോയി ജീവിച്ചോട്ടെ. മിസ്റ്റർ സെൽവരാജ്, നിങ്ങൾക്ക് പോകാം. സോറി. ശരി മാഡം. നിങ്ങൾ എന്നെ പരാജയപ്പെടുത്തിയെന്ന് കരുതണ്ട. എനിക്കെതിരെ നീ ഗൂഢാലോചന നടത്തിയ നിമിഷം തന്നെ ഞാൻ തോറ്റടാ ബാലു. എന്നുവെച്ച് നീ വിജയിച്ചിട്ടില്ല. ഞാൻ തോറ്റപ്പോ നീയും തോറ്റു. നിന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാ അമ്മ ഇപ്പൊ ജയിച്ചത്. അത് നിനക്ക് വഴിയേ മനസ്സിലാവും. രാഘു മോനെ, നീയും എനിക്ക് മോനാണല്ലോ. അമ്മയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇതിപ്പോ
കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടല്ല ഞാൻ വിളിക്കുന്നത്, നിന്റെ അമ്മയായിട്ടാ. ഇനിയെങ്കിലും പറഞ്ഞാ കേൾക്കണം.